നമസ്കാരം. ബഹിരാകാശ രംഗത്ത് ISRO കൈവരിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് വിജയകരമായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 2024 ഡിസംബർ 30-ാം തീയതിയാണ് PSLV C-16 ലോഞ്ച് വെഹിക്കിളിൽ 2 സ്പെഡെക്സ് ഡാറ്റകൾ ISRO വിക്ഷേപിച്ചത്. SDX-01 ചീസർ, SDX-02 ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ. എന്നാൽ രാജ്യത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനുമായി എന്തിനും ഏതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ തന്നെയുള്ളതാണ് രാജ്യത്തിന്റെ ശക്തി. ഇന്ത്യൻ നാവികസേനയ്ക്കും ISROയ്ക്കും ഒക്കെ കരുത്ത് പകരും ഓരോ ദിവസവും നിരവധി പദ്ധതികൾ അദ്ദേഹം മെനയുന്നുണ്ട്. ഇപ്പോഴിതാ രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് കരുത്തേകാൻ ശ്രീഹരിക്കോട്ടയിൽ 3ാം വിക്ഷേപണ തറ നിർമ്മിക്കുമെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. 3,09,804 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് മോദി സർക്കാർ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലാണ് 3ാം വിക്ഷേപണ തറ നിർമ്മിക്കുന്നത്. അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾ, മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യങ്ങൾ, 48 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പോകുന്ന LVM-3 വിക്ഷേപണങ്ങൾ എന്നിവയ്ക്ക് പുതിയ പദ്ധതി കൂടുതൽ സൗകര്യപ്രദമാകും. നിലവിലുള്ള 2ാം വിക്ഷേപണ തറ പ്രവർത്തിക്കാനും ഈ സുപ്രധാന പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. 3ാം വിക്ഷേപണ തറയ്ക്ക് NGLV-കൾ, സെമി ക്രിയോജനിക് ഘടകമുള്ള LVM-3 വാഹനങ്ങൾ, LGLV-കളുടെ സ്കെയിൻ ആപ്പ്, കോൺഫറൻസുകൾ എന്നിവയെ പിന്തുണയ്ക്കാൻ കഴിവുള്ള സാർവത്രിക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഈ 3ാമത്തെ ലോഞ്ച് പാഡ് 48 മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അടുത്ത 25 മുതൽ 30 വർഷത്തേക്ക് ഈ സംവിധാനം ഉപയോഗിക്കാനാകും. വെബ് ഡെസ്ക് തത്തുമൈ TV.